ലോകം പ്രാർത്ഥനയിൽ. യുദ്ധമൊഴിയുന്ന ശുഭവാർത്തകളുമായി ഈസ്റ്റർ സണ്ണി മാളിയേക്കൽ. യുദ്ധത്തിന്റെ കാർമേഘങ്ങൾക്കിടയിൽ സമാധാനത്തിന്റെ കിരണം തേടി ലോകം ഈസ്റ്റർ ആഘോഷിച്ചു. വിനാശകരമായ യുദ്ധങ്ങൾക്ക് അറുതി വരുത്താൻ വിവിധ മതപുരോഹിതന്മാരും വിശ്വാസികളും ഒരേ സ്വരത്തിൽ പ്രാർത്ഥിച്ച ഈ ദിനത്തിൽ ആഗോളതലത്തിൽ പ്രതീക്ഷ നൽകുന്ന ചില വാർത്തകളാണ് പുറത്തുവരുന്നത്. ലോകസമാധാനത്തിന്റെ വേണ്ടിയുള്ള പ്രാർത്ഥനകൾക്ക് ഫലം കണ്ടുതുടങ്ങുന്നു എന്ന സൂചനയാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് പുറത്തുവിടുന്നത്. നിലവിൽ യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ചില നിർണായക ധാരണകളിൽ എത്തിയതായാണ് റിപ്പോർട്ട്. ഇതോടെ വൻതോതിലുള്ള നാശങ്ങൾ ഒഴിവാക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് ലോകരാജ്യങ്ങൾ. അധികാരമേറ്റെടുത്താൽ ഉടനടി യുദ്ധം അവസാനിപ്പിക്കുമെന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് ഉറപ്പുകൾ യുദ്ധഭൂമിയിൽ പുതിയ പ്രതീക്ഷ നൽകുന്നു. താരിഫ് യുദ്ധങ്ങളും വ്യാപാര അനിശ്ചിതത്വവും സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കുന്ന സാഹചര്യത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. സഹജീവികളെ തുല്യരായി കാണുന്ന മനോഭാവം വളരണവും നിയമവാഴ്ചയോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ സമാധാനത്തിന്റെ പാത തിരഞ്ഞെടുക്കണമെന്നും ആഗോള സമൂഹം ആവശ്യപ്പെടുന്നു. സമാധാനം വരണം, സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അന്തരീക്ഷം ഒരുങ്ങണം, വരും തലമുറയെക്കുറിച്ചുള്ള ആശങ്കകൾ അകലണം. ലോകാഹ സമസ്താഹ സുഖിനോ ഭവന്തു എന്നതാകട്ടെ നമ്മുടെ ആപ്തവാക്യം. മനുഷ്യന്റെ കഴിവിനപ്പുറമുള്ള പരീക്ഷണങ്ങൾക്ക് ദൈവം നമ്മെ വിട്ടുതരില്ലെന്ന വിശ്വാസത്തോടെ സമാധാനത്തിനായി ഒരു ആഗോള ആഹ്വാനം ഉയർത്തുകയാണ്. വരും മണിക്കൂറുകളിൽ എല്ലാവരും ചുരുങ്ങിയത് 5 മിനിറ്റെങ്കിലും ലോകസമാധാനത്തിനായി പ്രാർത്ഥിക്കണമെന്ന് മാനവികതയുടെ കാവലാളുകൾ അഭ്യർത്ഥിക്കുന്നു.